എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ JFET ആയി ബന്ധപ്പെട്ട് തന്നെയുള്ള മറ്റൊരു ആസ്പെക്ട് ആണ്. അതായത് JFETയുടെ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരു മുന്നത്തെ വീഡിയോയിൽ JFETയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പഠിച്ചത്. ഇത് JFETയുടെ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു 3 പാരാമീറ്റേഴ്സ് നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷനാണ് ഇന്ന്. വളരെ ചെറിയൊരു സെഷനാണ്. നമുക്കതൊന്ന് എന്താണെന്ന് നോക്കാം. ഓൾ റൈറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ JFET പാരാമീറ്റേഴ്സ് എന്ന് പറയുന്ന സംഭവം. അതിൽ ആദ്യത്തെ പാരാമീറ്റർ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ AC ഡ്രെയിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ആണ്. അതിനെ ഡിഫൈൻ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ RD ഈസ് ഈക്വൽ ടു ഡെൽറ്റ VDS ബൈ ഡെൽറ്റ ID അറ്റ് കോൺസ്റ്റന്റ് VGS എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, ചേഞ്ച് ഇൻ ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഡ്രെയിൻ കറണ്ട്. അതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉദ്ദേശിച്ചിട്ടുള്ളത്, അറ്റ് കോൺസ്റ്റന്റ് VGS. ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ നമ്മളുടെ ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് കർവ് അങ്ങ് നേരെ നിവർത്തി അങ്ങ് വെക്കുക. ആ കർവ് നിവർത്തി വെച്ചിട്ട് വേണം നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനായിട്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു മീനിങ്? സോ ദിസ് ഈസ് എ റെസിസ്റ്റൻസ് അല്ലേ, ഡ്രെയിൻ റെസിസ്റ്റൻസ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഇതൊരു റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സെറ്റ് ഓഫ് ലൈൻസ് നമ്മളിവിടെ കാണുന്നുണ്ട്. ഇത് എന്ത് തമ്മിലുള്ള ഗ്രാഫാണ്? ഇത് ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് X ആക്സിസിലും ഡ്രെയിൻ കറണ്ട് Y ആക്സിസിലും ഉള്ള ഒരു ഗ്രാഫ്. അതായത് ഈ VDSഉം IDയും തമ്മിലുള്ള ഒരു ഗ്രാഫാണത്. അപ്പൊ അതിൽ ഒരു സെറ്റ് ഓഫ് കർവ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓരോ കർവും ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ഒരു പർട്ടിക്കുലർ വോൾട്ടേജിൽ വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് വേരി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡ്രെയിൻ കറണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കർവുകളാണ്. അപ്പൊ ഇതില് നമുക്ക് എവിടെ വേണേലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഡെൽറ്റ VDS ബൈ ഡെൽറ്റ ID എന്ന് പറഞ്ഞ ഫോർമുല അപ്ലൈ ചെയ്യാം. അപ്പൊ ഏതെങ്കിലും 2 പോയിന്റ് എടുക്കുക. അപ്പോൾ ഇപ്പോൾ ഇത് ഒരു പോയിന്റ്, സപ്പോസ് ഇവിടെ നമ്മൾ V1 എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. V1 അല്ലെങ്കിൽ പോയിന്റ് P1 ആൻഡ് അനദർ പോയിന്റ് P2. അങ്ങനെ നമ്മൾ 2 പോയിന്റ്സ് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഈ 2 പോയിന്റ്സിന് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഒരു X ഇന്റർസെപ്റ്റും ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു Y ഇന്റർസെപ്റ്റും ഉണ്ടാവും അല്ലേ, ശരിയല്ലേ? X ഇന്റർസെപ്റ്റും ഉണ്ടാവും, Y ഇന്റർസെപ്റ്റും ഉണ്ടാവും. മറ്റേ പോയിന്റിന് ഇതുപോലെ തന്നെ ഒരു X ഇന്റർസെപ്റ്റും ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു Y ഇന്റർസെപ്റ്റും ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ X ഇന്റർസെപ്റ്റുകളെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഓരോ പേരൊക്കെ വിട്ട് വിളിക്കും. എന്താണ്? ഇപ്പോൾ ഇതിന്റെ കേസിൽ നമ്മൾ V1, ഇതിനെ I1 എന്ന് വിളിക്കാം. ഈ അടുത്ത സംഭവത്തിനെ നമ്മൾ V2 I2 എന്നും വിളിക്കാം. ശരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ V1 മൈനസ് V2 ഡിവൈഡഡ് ബൈ I1 മൈനസ് I2. അതാണ് നമ്മളുടെ ഈ പറയുന്ന RD. അതായത് ഡെൽറ്റ VDS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ദിസ് V1 ആൻഡ് V2 ഡിവൈഡഡ് ബൈ ദ ചേഞ്ച് ഇൻ I1 ആൻഡ് I2. അപ്പോൾ V1 മൈനസ് V2 ഡിവൈഡഡ് ബൈ I1 മൈനസ് I2. V1 മൈനസ് V2 ആണ് ഈ ഡെൽറ്റ VDS എന്ന് പറയുന്നത്. അതുപോലെ I1 മൈനസ് I2 ആണ് ഈ ഡെൽറ്റ ID എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ചേഞ്ച് നമ്മൾ ഇതിൻ്റെ അകത്ത് അതിന്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ അറ്റ് എ പർട്ടിക്കുലർ കർവ്, അല്ലാതെ ഇവിടെ ഒരു പോയിന്റും അടുത്ത കർവിൽ വേറെ പോയിന്റ് ആയിട്ട് അങ്ങനെ എടുക്കരുത്. നമ്മൾ എടുക്കേണ്ട എങ്ങനെയാണ്? നമ്മൾ സെയിം കർവിൽ തന്നെയുള്ള 2 പോയിന്റ്സ് എടുക്കുക. അപ്പൊ അങ്ങനെ നമുക്ക് സെയിം കർവിൽ എടുക്കാനുള്ള ഒരു പോയിന്റ്സ് എടുക്കാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. പക്ഷെ ഇത് എവിടെ എടുക്കുന്നുള്ളത് ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഇവിടെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഈ കർവിൽ ഞാൻ രണ്ട് പോയിന്റ്സ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ എല്ലാം ഇങ്ങോട്ടും മാറ്റി എടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തൊട്ട് താഴെ തന്നെ അവിടെ നമ്മൾ വേറെ ഈ ഒരു കർവിൽ ഞാൻ ഇതേപോലെ തന്നെ പോയിന്റ്സ് എടുത്തിട്ടുണ്ട്. ഇവിടെയും ഞാൻ ഇതുപോലെ തന്നെ ഈ RD കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ കർവിലും ഞാൻ RD കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ സാച്ചുറേഷൻ റീജിയനിലാണെങ്കിൽ ഈ പറയുന്ന ഈ ഡ്രെയിൻ റെസിസ്റ്റൻസ് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകുമ്പോഴില്ല, ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അതായത് ഞാൻ പറഞ്ഞ അത്രേ ഉള്ളൂ, നമ്മളിപ്പോ ഇവിടെ P1ഉം P2ഉം നമ്മളിവിടെ കണ്ടുപിടിച്ചു. അതായത് സാച്ചുറേഷൻ റീജിയന്റെ അകത്ത് ഒരു കർവില് നമ്മൾ P1ഉം P2ഉം വെച്ചിട്ട് നമ്മൾ ഡ്രെയിൻ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു. ഇനി തൊട്ട് താഴെ തന്നെ നമ്മൾ P1ഉം P2ഉം സങ്കല്പിച്ചിട്ട് തൊട്ട് താഴെയുള്ള കർവിൽ നമ്മൾ ഡ്രെയിൻ റെസിസ്റ്റൻസ് ഇവാലുവേറ്റ് ചെയ്തു. ഇനി അതിന്റെ താഴെയും നമ്മൾ ഈ കർവിലും വീണ്ടും നമ്മൾ ഒരു ഡ്രെയിൻ റെസിസ്റ്റൻസ് ഇവാലുവേഷൻ നടത്തി. അങ്ങനെ ഈ 1, 2, 3, 4 ഡ്രെയിൻ റെസിസ്റ്റൻസുകൾ കണ്ടുപിടിച്ചാൽ ഇറ്റ് വിൽ ബി ഓൾമോസ്റ്റ് സിമിലർ. എല്ലാം ഓൾമോസ്റ്റ് സെയിം വാല്യൂസ് ആയിരിക്കും. എവിടെ? സാച്ചുറേഷൻ റീജിയന്റെ അകത്താണെങ്കിൽ. എന്ന് പറയുന്നത് എന്താണ്? എല്ലാവരും ഒരു പാരലൽ ലൈൻസ് ആണെന്നല്ല എൻ്റെ അർത്ഥം അല്ലെ? ഇവരെല്ലാവരും ഒരു പാരലൽ ലൈൻസ് ആണ്. അവരുടെ സ്ലോപ്പിന്റെ ഇൻവേഴ്സ് ആണല്ലോ ഈ പറഞ്ഞ സാധനം അല്ലെ? നമ്മൾ ഈ കണ്ടുപിടിക്കുന്ന എന്ത് സാധനമാണ്? നമ്മൾ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത് സ്ലോപ്പിന്റെ ഇൻവേഴ്സ് ആണ് അല്ലെ? സ്ലോപ്പ് എങ്ങനെ ഡിഫൈൻ ചെയ്യണം?
y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. അപ്പൊ ഇവിടെ എന്താണ് x2 മൈനസ് x1 ഡിവൈഡഡ് ബൈ y2 മൈനസ് y1 എന്ന് പറഞ്ഞാൽ ഇത് സ്ലോപ്പിന്റെ ഇൻവേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ഇൻവേഴ്സ് സ്ലോപ്പ് ഈ ഒരു കർവിന്റെ ഈ ഒരു റീജിയനിലെ സ്ലോപ്പിന്റെ ഇൻവേഴ്സ് എടുത്താൽ നമുക്ക് ഈ പറഞ്ഞ സാധനം ഈ ഡ്രെയിൻ റെസിസ്റ്റൻസ് പറഞ്ഞ സാധനം കിട്ടിയെന്നാണ് അതിന്റെ അർത്ഥം അല്ലെ. ഇനി നോക്കിക്കേ, ഇനി നമ്മൾ ഇവിടെ ഈ ഒരു കർവ് ഉണ്ട്, ഈ ഒരു ഓമിക് റീജിയനിലുള്ള ആ ഒരു കർവ്, ലീനിയർ റീജിയൻ ഓമിക് റീജിയൻ എന്നൊക്കെ വിളിക്കും. അപ്പൊ ആ ഓമിക് റീജിയനിലുള്ള ആ ഒരു കർവ് ഒന്ന് നോക്കിക്കേ. ഞാൻ ഈ ഒരു കർവിൽ 2 പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒന്ന് വരച്ച് കാണിച്ചു തരാം. അപ്പൊ ഈ ഒരു രണ്ട് പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം കേട്ടോ. ഇത് ഇങ്ങനെ ഒരെണ്ണം ഇരിക്കട്ടെ, അതിന്റെ y ഇന്റർസെപ്റ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി അടുത്തത് വേറൊരു കളറിൽ നമുക്ക് കൊടുക്കാം. ഇത് അതിന്റെ y ഇന്റർസെപ്റ്റ്. അപ്പോൾ അങ്ങനെ നമുക്കൊരു സാധനം കിട്ടും. അപ്പൊ അതില് നമുക്ക് അങ്ങനെ ഒരു സംഭവം കിട്ടി. ഇനി ഞാൻ വേറൊരു കർവില് തൊട്ട് താഴെയുള്ള ഏറ്റവും അവസാനമുള്ള കർവിലും കൂടി ഒന്ന് എടുത്തു നോക്കാം. ഇതേപോലെ തന്നെ 2 പോയിന്റ്സിൽ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്ന് എനിക്കറിയണം, അതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ 2 പോയിന്റ്സ് എടുത്തു. ഓക്കെ ഓക്കെ ഓൾ റൈറ്റ്, ശരി. ഇവിടെ വളരെ എവിഡന്റ് ആയിട്ട് നമുക്ക് കാണാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇവിടത്തെ I1 മൈനസ് I2 ഈ 2 പോയിന്റുകൾ തമ്മിലുള്ള കറന്റിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഇതിനേക്കാൾ കൂടുതലാണ്. ഇവിടെയുള്ള കറന്റിന്റെ വ്യത്യാസത്തേക്കാൾ കൂടുതലാണ്. അതായത് നമ്മൾ ഇവിടെ പല പല കർവുകളിൽ ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള ഒരു ഡ്രെയിൻ റെസിസ്റ്റൻസ് ആണ് നമുക്ക് കിട്ടിയതെങ്കിൽ കൂടിയും ഇങ്ങനെ നമ്മൾ ഈ ഓമിക് റീജിയനിൽ നമ്മൾ ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയല്ല വരുന്നത്. ഓരോ കർവിനുള്ള ഡ്രെയിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വെവ്വേറെയാണ്, വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ നല്ല വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ റെസിസ്റ്റൻസ് കുറവാണ് അല്ലെ. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കുറവാണ്, കാരണം അതിന്റെ സ്ലോപ്പ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോപ്പ് കൂടുതലാണ്. അതായത് അതിന്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ചരിവ് നല്ല കുത്തനെയുള്ള ഒരു ചരിവാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന റെസിസ്റ്റൻസ് കുറവായിരിക്കും. ഇവിടെയൊക്കെ ആണെങ്കിൽ ഇവിടെയൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ റെസിസ്റ്റൻസ് കിട്ടും. ഇനി തൊട്ട് താഴെയാണെങ്കിൽ കുറച്ചുകൂടെ റെസിസ്റ്റൻസ് കിട്ടും. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഈ കർവ്, ഈ ഏറ്റവും അവസാനത്തെ കർവിലൊക്കെ നോക്കി കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് വളരെ കൂടുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ടാണല്ലോ ഈ ഒരു മെഷർമെന്റ് നമ്മൾ നടത്തുന്നത്. അതായത് ഒരു കർവിലാണല്ലോ നടത്തുന്നത്. ഈ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് കൂടുകയും കുറയുകയും ചെയ്യണ അനുസരിച്ചിട്ട് നമുക്ക് എന്ത് പറ്റും, റെസിസ്റ്റൻസ് മാറുകയാണ്, നമ്മുടെ ഡ്രെയിൻ റെസിസ്റ്റൻസ് മാറുകയാണ്. ആ ബാറിന്റെ, അതായത് നമ്മളുടെ ബാർ എന്താണെന്ന് അറിയാലോ, ഈ ഒരു ചാനലാണ് നമ്മളുടെ ഈ ഡ്രെയിൻ റെസിസ്റ്റൻസ് വരാനുള്ള ആള്. അപ്പൊ ആ ഡ്രെയിൻ റെസിസ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ ഓമിക് റീജിയനിലാണ് നമ്മൾ ഈ പരിപാടിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡ്രെയിൻ റെസിസ്റ്റൻസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഡ്രെയിൻ റെസിസ്റ്റൻസ് കോൺസ്റ്റന്റ് അല്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. ഈ ലീനിയർ റീജിയനിൽ നമുക്ക് വേണമെങ്കിൽ അവിടെ ആംപ്ലിഫയർ ആയിട്ടല്ല ഉപയോഗിക്കുക, അവിടെ ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് ആയിട്ട് വേണമെങ്കിൽ ഇലക്ട്രോണിക്കലി വേരിയബിൾ റെസിസ്റ്റൻസ് ആയിട്ട്, അതായത് നമുക്കൊരു വോൾട്ടേജ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണ അനുസരിച്ചിട്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂ മാറ്റാം എന്നുള്ളൊരു കപ്പാസിറ്റി. നമ്മൾ മറ്റേ പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറഞ്ഞ സാധനം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുക, നമ്മൾ അതിന്റെ മുകളിലെ സ്ലൈഡർ നമ്മൾ മെക്കാനിക്കലി നമ്മുടെ കൈ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോഴാണ് റെസിസ്റ്റൻസ് മാറണം അല്ലേ. പക്ഷെ റിയോസ്റ്റാറ്റ് ആയാലോ അങ്ങനെയല്ല, നമ്മൾ മെക്കാനിക്കലി കൈയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കുമ്പോഴാണ് അത് മാറുന്നത്. പക്ഷെ ഇതിലങ്ങനെയല്ല. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് മാറ്റുമ്പോൾ ആ ഒരു ബാറിന്റെ ഇതിനൊരു റെസിസ്റ്റൻസ് ആയിട്ട് സങ്കല്പിച്ചാൽ മതി. ഈ ഒരു ഡ്രെയിനിൽ നിന്ന് സോഴ്സിലേക്ക് ഉള്ള കണക്ഷനിലുള്ള ഒരു റെസിസ്റ്റൻസ് ആയിട്ട് സങ്കല്പിക്കുക. ആ റെസിസ്റ്റൻസ് വാല്യൂ ഈ ഗേറ്റിലെ വോൾട്ടേജ് മാറ്റുന്നതനുസരിച്ചിട്ട് മാറുകയാണ്. അപ്പൊ അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്, മനസ്സിലായോ. അപ്പൊ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് ഈ പറഞ്ഞത്. ഇനി അതാണ് നമ്മളുടെ ഒരു കാര്യം. അപ്പൊ ലീനിയർ റീജിയനിലുള്ള ആ ഒരു ഡ്രെയിൻ റെസിസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ല നമുക്ക് സാച്ചുറേഷനിലുള്ളത്. സാച്ചുറേഷനിൽ ഓൾമോസ്റ്റ് സെയിം ആണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ആംപ്ലിഫയർ ആയിട്ടാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ സാച്ചുറേഷൻ റീജിയനിലുള്ള ഡ്രെയിൻ റെസിസ്റ്റൻസിലേക്കാണ് കൺസിഡർ ചെയ്യേണ്ടത്. അതേസമയം നമ്മളൊരു വേരിയബിൾ വേരിയബിൾ റെസിസ്റ്റൻസ് ആയിട്ടാണ് നമ്മൾ ഇലക്ട്രോണിക്കലി വേരിയബിൾ റെസിസ്റ്റൻസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ലീനിയർ റീജിയനിലുള്ള അതിന്റെ ഡ്രെയിൻ റെസിസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വരുന്ന കാര്യം. ഓക്കെ, അപ്പൊ ഈ ഒരു സാധനം നമ്മൾ AC ഡ്രെയിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്ന എന്താണ്, AC ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് ഒരു AC സിഗ്നൽ ഇതിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കും അതിന് ഫീൽ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് നമ്മൾ ഈ കണ്ടുപിടിച്ചിട്ടുള്ളത്.
ഓക്കെ, നമ്മൾ പണ്ടേ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഈ ഡയോഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആയാലും നമ്മൾ എ സി ഡൈനാമിക് റെസിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അതിലെന്താണ്, 2 പോയിന്റ് കർവിലുള്ള 2 പോയിന്റ് എടുക്കുന്നു, എന്നിട്ട് ഈ പറഞ്ഞ V2 - V1 / I2 - I1 ചെയ്താൽ നമുക്ക് ഈ ഡൈനാമിക് റെസിസ്റ്റൻസ് കിട്ടും. അതെന്ന് പറഞ്ഞാൽ ഒരു എ സി സിഗ്നലിന് ഫീൽ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി അടുത്ത് നമുക്ക് ട്രാൻസ് കണ്ടക്ടൻസിലേക്ക് പോകാം. അപ്പോൾ കണ്ടക്ടൻസ് എന്ന് പറയുന്ന സാധനം എന്താണ്? ഇറ്റ്സ് ഡിഫൈൻഡ് ആസ് GM which is equal to delta ID by delta VGS at constant VDS. ഇതിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ കണ്ടുപിടിക്കാവുന്ന ഒരു കാര്യമുള്ളൂ. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് VDS എന്ന് പറയുന്നത് നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കുകയാണ് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു വര അങ്ങോട്ട് വരക്കുക കൃത്യമായിട്ട്. ഇന്ന പോയിന്റിൽ വരക്കണമെന്നൊന്നുമില്ല. ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു ഡിവൈസിന് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു റീജിയനിൽ, സാച്ചുറേഷനിലാണെങ്കിൽ സാച്ചുറേഷനിൽ അവിടെ ഒരു വര വരയ്ക്കുക. വരച്ചതിന് ശേഷം നമ്മൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും അത് പല പല പോയിന്റുകൾ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ഈ കർവുകളിൽ പല പല പോയിന്റുകളിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനൊക്കെ കറക്റ്റായിട്ടുള്ള ഡ്രെയിൻ കറന്റുകൾ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. ഇവിടെ ഒരു ഡ്രെയിൻ കറണ്ട് കിട്ടും നമുക്ക്. ഈ ഒരു പോയിന്റിൽ നമുക്കൊരു ഡ്രെയിൻ കറണ്ട് കിട്ടും. ഈ ഒരു പോയിന്റിൽ അങ്ങനെ ഡ്രെയിൻ കറണ്ട് കിട്ടും. 2 എടുക്കുക, 2 കർവ് എടുക്കുക. അതിൽ ഡ്രെയിൻ കറന്റുകൾ നമ്മൾ മെഷർ ചെയ്യുക. ഇവിടുന്ന് ഈ ഗ്രാഫിൽ നോക്കിയാൽ കിട്ടും. അതിന്റെ Y ഇന്റർസെപ്റ്റ് ആണ് ഡ്രെയിൻ കറന്റ്. ആ ഡ്രെയിൻ കറന്റ്സ് എടുത്തു കഴിഞ്ഞാൽ അതിന് കണക്കായിട്ടുള്ള ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് നമുക്കറിയാലോ. ഇത് VGS = 0, ഇത് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് = സം അതർ വാല്യൂ അല്ലെ. അപ്പൊ ആ വാല്യൂസ് നമുക്കറിയാം. അപ്പൊ ഈ 2 വാല്യൂസ് അറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെൽറ്റ ID by ഡെൽറ്റ VGS കണ്ടുപിടിക്കാം അറ്റ് കോൺസ്റ്റന്റ് VDS. അതുകൊണ്ടാണ് ഞാൻ ഈ വര ഇങ്ങനെ വരച്ചത്. കോൺസ്റ്റന്റ് VDS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു പർട്ടിക്കുലർ VDS അല്ലേ. അപ്പോൾ ആ ഒരു കോൺസ്റ്റന്റ് VDSൽ നമ്മൾ 2 പോയിന്റിലുള്ള വാല്യൂസ് എടുക്കുന്നു. എന്നിട്ട് നമ്മൾ അതിന്റെ ചേഞ്ച് ഇൻ ഡ്രെയിൻ കറന്റ് ബൈ ചേഞ്ച് ഇൻ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് കണ്ടുപിടിക്കുന്നു. അപ്പൊ ഇതെന്താണ് കാണിക്കുന്നത് വെച്ചാൽ ഇറ്റ് ദ കൺട്രോൾ ദാറ്റ് ദ ഗേറ്റ് വോൾട്ടേജ് ഹാസ് ഓവർ ദ ഡ്രെയിൻ കറന്റ് എന്നുള്ള ഒരു ഇതാണ്. അപ്പോൾ അതായത് നമ്മളുടെ ഡ്രെയിൻ കറന്റ്, ഔട്ട്പുട്ട് കറന്റിന്റെ മേലെയുള്ള ഗേറ്റ് സോഴ്സ് വോൾട്ടേജിന്റെ ഒരു കൺട്രോളിനെയാണ് ഈ സാധനം കാണിക്കുന്നത്. നമ്മളിപ്പോ പറഞ്ഞല്ലോ ഇതൊരു വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് ആണെന്നൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ ഇതിലൂടെയുള്ള കറന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇതിലൂടെയുള്ള കറന്റ് ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇവിടുത്തെ എത്ര റിവേഴ്സ് ബയസ് കൂട്ടുന്നോ അതനുസരിച്ച് കറന്റ് കുറയും അല്ലെ. അപ്പൊ ആ ഒരു ഡിപ്പെൻഡൻസി ഈ ഡ്രെയിൻ കറന്റിന്റെ പുറത്തുള്ള ഗേറ്റ് വോൾട്ടേജിന്റെ സ്വാധീനം അതാണ് നമ്മളിവിടെ മെഷർ ചെയ്യണത്. അപ്പൊ ഔട്ട്പുട്ടിന്റെ പുറത്തുള്ള ഇൻപുട്ടിന്റെ സ്വാധീനം എന്ന് കരുതിയാൽ മാത്രം മതി. ഈ ട്രാൻസ് കണ്ടക്ടൻസ് എന്ന് പറയുന്ന സാധനത്തിന്. അപ്പൊ അതാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇറ്റ് ഇസ് ദ റേഷ്യോ ഓഫ് ഇത് കൺട്രോൾ ദാറ്റ് ദ ഗേറ്റ് വോൾട്ടേജ് ആസ് ഓവർ ദ ഡ്രെയിൻ കറന്റ് എന്നാണ് ഇത് മനസ്സിലാക്കേണ്ടത്. ഞാൻ വേണമെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്തേക്കാം. ഡ്രെയിൻ കറന്റ് അല്ലെങ്കിൽ അതൊരു ഭംഗി കുറവാണ്. കറന്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിനെ പറയാം. അപ്പോൾ ഡ്രെയിൻ കറന്റിന്റെ പുറത്തുള്ള ആ ഒരു കൺട്രോളാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് കൺട്രോൾ വരുന്നത് എന്നുള്ളതാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അതാണ് ട്രാൻസ് കണ്ടക്ടൻസ് എന്ന് പറയുന്ന സംഭവം. എന്തുകൊണ്ടാണ് ഈ കണ്ടക്ടൻസ് വിളിക്കാൻ കാരണം ഇതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കറന്റ് ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ആണ്. ആൻഡ് ദാറ്റ് ഗീവ്സ് യു കണ്ടക്ടൻസ് അല്ലെ. കണ്ടക്ടൻസിന്റെ ഡയമെൻഷൻ ആണ് ഈ പറയുന്ന കറന്റ് ബൈ വോൾട്ടേജ് എന്ന് പറയുന്ന ആ ഒരു ഇത് തരുന്നത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി. ട്രാൻസ് കണ്ടക്ടൻസ് എന്ന് പറയുന്ന സംഭവം മനസ്സിലാക്കി. ഇതിന്റെ രണ്ടുപേരുടെയും കൂടി ഒരു കോമ്പിനേഷൻ ആണ് ഈ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. അതായത് ചേഞ്ച് ഇൻ ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് ടു ദ ചേഞ്ച് ഇൻ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് കോൺസ്റ്റന്റ് ID. ഡ്രെയിൻ കറന്റ് കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജിന്റെ ചേഞ്ച് ഡിവൈഡഡ് ബൈ ഗേറ്റ് സോഴ്സ് വോൾട്ടേജിന്റെ ചേഞ്ച്. അതാണ് നമ്മളുടെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. അതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളിവിടെ ഗേറ്റ് സോഴ്സ് വോൾട്ടേജിൽ ഒരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ, ഒരു ചെറിയ വോൾട്ടേജ് ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജിൽ എത്ര വോൾട്ടേജ് ചേഞ്ച് ആയിട്ട് അത് ആംപ്ലിഫൈ ചെയ്യപ്പെടുന്നു എന്നുള്ളതിന്റെ ഒരു മെഷറാണ് ഈ പറയുന്ന ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. സൂക്ഷിച്ചു നോക്കിയാൽ ഇതിന്റെ രണ്ടിന്റെ പ്രോഡക്റ്റ് ആണ് ഈ പറയുന്ന സാധനം എന്നുള്ളത് മനസ്സിലാവും. കാരണം ഡെൽറ്റ ID വെട്ടിപ്പോവും ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ നമുക്ക് കിട്ടുന്ന സംഭവമാണ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ μ. ഓക്കെ, അറ്റ് കോൺസ്റ്റന്റ് ID. ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെ തന്നെയായിരുന്നു നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കാര്യങ്ങളുടെ കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് നമ്മളുടെ
JFETയുടെ പാരാമീറ്റേഴ്സിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മളുടെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നമുക്ക് ഒരു ഹെൽത്തി ഡിസ്കഷൻസ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ പോസിബിൾ ആയിട്ടുള്ള പ്രോബബിൾ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ക്വസ്റ്റ്യൻ ബാങ്കിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അത് റെഫർ ചെയ്യുക. അതിൻ്റെ അകത്തേക്ക് അതിലുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് എക്സാമിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. വീണ്ടും കാണാം. ബൈ.